ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയറൻസ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക. പറയാൻ കാരണം വേറൊന്നുമല്ല, അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ, അത് എത്ര സൈസ് വരുന്നത്, എല്ലാ ഡീറ്റെയിൽസ് പറയുന്നത്. നമ്മൾ 200 രൂപക്ക് കൊടുത്തിട്ടുള്ള ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള ആഡി സ്റ്റോൺ വന്നിട്ടുള്ള ചെയിനുകളൊക്കെ 2 ലെയർ ചെയിനുകളൊക്കെ നമ്മൾ വെറും 99 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരും. ആ ഹൈപ്പോട് നോക്കി കൊടുക്കുക കേട്ടോ. കാരണം ചില ആളുകളൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് വിടുമ്പോൾ അവർ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ലൈക്ക് അടിച്ചിട്ടുണ്ടാവില്ല, അത് മറന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയണം, അതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ലാസ്റ്റാണ് ലൈക്ക് അടിക്കാൻ പറയല്. ഫസ്റ്റ് തന്നെ പറയാണ് ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ, ലൈക്ക് അടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ക്ലിയർ ആൻഡ് സെയിലിൻ്റെ വീഡിയോസുകളും അപ്ഡേഷനുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ആദ്യം കുറച്ച് ക്ലാരിഫിക്കേഷൻ തരാമെന്ന് എത്തി, എന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, നമ്മളത് ഓൺലൈൻ ഷോപ്പാണ്. കുറേ പേര് എൻക്വയറീസ് നടത്തുന്നുണ്ട്. ഒരു ദിവസം 2 പേരെന്തെങ്കിലും നിങ്ങൾ ഷോപ്പ് എവിടെയാണ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ചോദിക്കാറുണ്ട്. നമുക്ക് ഷോപ്പല്ല, ഓൺലൈൻ പർച്ചേസ് ആണ് കേട്ടോ. വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ഇതില്ല. ഞാൻ വന്നിട്ടുള്ള മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്ക് അടുത്താണ്. എൻ്റെ ടൗൺ ഏരിയ ആണ് മഞ്ചേരി വരുന്നത്. നമ്മൾ പോസ്റ്റ് വഴി DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. ആൾ ഇന്ത്യ, നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കണ്ടാലോ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള കാരണം, ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇതിലിപ്പോൾ നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. 10 പീസ് എടുക്കുകയാണെങ്കിൽ ഒറ്റ ഷിപ്പിങ്ങേ ഉള്ളൂ, 60 രൂപ. ഓക്കെ, അത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഹോൾഡ് ചെയ്ത് വെക്കില്ല. ഇത് വേണട്ടോ എന്ന് പറഞ്ഞു പോയാൽ ഞാൻ ഓക്കെ എന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ എടുത്ത് വെക്കില്ല. പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ എടുത്ത് വെക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് വെക്കില്ല. കുറേ പേര് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസാണ് ചിലതൊക്കെ ഇതിൽ കാണുന്നത്. ഓക്കെ, ചിലത് ഫുള്ളല്ല. പിന്നെ അത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ക്ലിയറൻസ് സെയിൽ ഇടുന്നെങ്കിൽ നിങ്ങൾ ഇതുണ്ടാവും, ഇത് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ളത് നമ്മൾ എന്തെങ്കിലും ഇതിലുള്ള കാര്യം ഡീറ്റെയിൽസ് പറയും. എന്നിട്ട് അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഡീറ്റെയിൽസ് വീഡിയോ ഞാനതാ ചെയ്യുന്നത്. ക്ലിയറൻസ് സെയിലിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ അതാ ചെയ്യുന്നത്. അത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് നോക്കുക. നിങ്ങൾക്ക് വേണ്ട ഐറ്റംസാണ് സ്ക്രീൻഷോട്ട് എടുക്കുക. എനിക്ക് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരിക. ഓക്കെ, റേറ്റ് അടക്കത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു പീസ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും 60 രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഞാൻ പറയുന്ന GPay നമ്പറിലോട്ട് പേയ്മെൻറ്റ് എടുക്കുക, സ്ക്രീൻഷോട്ട് വിടുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ. നമുക്കിതിൽ കുട്ടികളുടെ ബാംഗിൾസും വലിയവരുടെ ബാംഗിൾസും ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള കുറേ ഐറ്റംസാണ്. ഫുൾ ആൻറ്റി ടെർണിഷാണ്, കുറഞ്ഞ് റോസ് ഗോൾഡും ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ. അപ്പോൾ ഇത് പറയാം. ഇത് നമ്മൾ 200 രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ്. 99 രൂപ കൊടുക്കാൻ എന്തിനാണെന്നല്ലേ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റോസ് ഗോൾഡിൽ ഞാൻ തുടങ്ങാം കേട്ടോ. ഇത് റോസ് ഗോൾഡിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഇതാക്കണേ, ഇത് റോസ് ഗോൾഡിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇതാണ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ, റോസ് ഗോൾഡാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പീസിന് 120 രൂപ കേട്ടോ. ഒരു പീസിന് 120 രൂപയാണ്. SSTയിൽ നിന്നുള്ള എംബ്ലോക്ക് ഉണ്ട്. ഒരു പീസിന് 120 രൂപയാണ് കേട്ടോ. 150-നൊക്കെ സെയിലേക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. 140, 120, 3 പീസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ, കണ്ടല്ലോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. വീഡിയോ ലെങ്ത് ഉണ്ടാവും, അതിന് തന്നെ പറയാം. ഇതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, 120 രൂപ. പിന്നെ ഈ ഒരു ചെയിന്, ഇത് ആൻറ്റി ടെർണിഷിൽ യെല്ലോ ഗോൾഡിൽ വന്നിട്ടുള്ള ചെയിനാണ് കേട്ടോ. 120 ആണ് കേട്ടോ. റേറ്റ് വന്നിട്ടുള്ള 120 ആണ്. ഇങ്ങനെ 2 സ്റ്റോണൊക്കെ വന്നിട്ട് ഓരോ പീസ് മാത്രമേ ഉള്ളൂ. ഇതിന് 2 പീസോ 3 പീസോ ചോദിച്ചിട്ട് കാര്യമില്ല. ഓരോ പീസ് മാത്രമേ ഉള്ളൂ. വേണമെന്നുള്ള പേയ്മെൻറ്റ് എടുക്കാം. 120 രൂപ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഒറ്റ പീസിൽ വന്നിട്ടുള്ളതും ഇതുപോലത്തെ #ടാഗ് വന്നിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. ഓക്കെ, 120 രൂപ. ഇതിന് 120 രൂപക്കൊന്നും കോവിഡും കിട്ടില്ല. റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ 150-ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. 150-ന് വാങ്ങിച്ചിട്ട് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. 120 രൂപ, 120 രൂപ. ഓക്കെ, ഇത് 2 ലെയറിൽ വന്നിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. 2 ലെയറിൽ വന്നിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ബ്രേസ്ലെറ്റ് ആണ്. 140 രൂപ കേട്ടോ. സോറി 140 അല്ല, 130 രൂപ. ഓക്കെ, 130 രൂപ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയും കാണിക്കുന്നത്. എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ, ഇതും അതുതന്നെയാണ്. ഇത് ചിലത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രൊഡക്ട്സ് 80 രൂപ കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ 80 രൂപ. റോസ് ഗോൾഡാണ് വന്നിട്ടുള്ളത്. 80 രൂപ. ഇതിങ്ങനെ വന്നിട്ടുള്ള ഒരു പെൻഡ് ട്യൂബിൽ ഒരു 3 പെറ്റൽ ഫ്ലവർ സ്റ്റോൺ വന്നിട്ടുള്ളതാണ്. നൈസായിട്ടുള്ള ചെയിനാണ് വന്നിട്ടുള്ളത് കേട്ടോ. 120 രൂപ കേട്ടോ. 120 രൂപ. ഓക്കെ,
പിന്നെ ഇതാ ഈ ഒരു സ്റ്റാറിൻ്റെ വന്നിട്ടുള്ളത് ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റാറിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, 120, അധികം 120 രൂപയുടേതാണ് കേട്ടോ. 120 ഒറ്റ പീസുള്ള നമ്മൾ 150 കൊടുത്തിട്ടുള്ളത്. ഒരു പീസ് 2 പീസൊക്കെ ഉള്ളൂ. 120 കേട്ടോ. ഇതാ റോസ് ഗോൾഡ്. ഇങ്ങനെ അഡിസ്റ്റോണൊക്കെ അയൽവക്കത്തെ കോഴികളാണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കുന്നത്. അവരെ വായടപ്പിക്കാൻ നിന്നാൽ എനിക്ക് ടൈം ഉണ്ടാവില്ല. ഇത് ഉച്ചയ്ക്ക് തന്നെ ഇന്നിപ്പോൾ ബന്ധക്കല്ല, ഉച്ചയാകുമ്പോഴത്തേനും എനിക്ക് അപ്ലോഡ് ആക്കണമെന്നാണ് കരുതുന്നത്. രാവിലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇതാ ഈ ഒരു ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് 150 രൂപ കേട്ടോ. 150 രൂപ. പിന്നെ ഇതാ ഇത് കണ്ടല്ലോ, ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, 120 കേട്ടോ. ഇത് 120, ഇത് 150. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോയിലാക്കിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. സ്ലോയിലാക്കിയിട്ട് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഇത് നമ്മൾ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അധികമൊന്നും ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു 10-15 ദിവസം, ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ഈ ഒരു കളക്ഷൻസ്. ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ള സ്റ്റോൺ ചെയിനിൽ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ. കണ്ടല്ലോ, SS നില എംബ്ലൊക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? SS നില എംബ്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180 രൂപയാണ് കേട്ടോ. 180 രൂപയാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല മൾട്ടി കളറിൽ വന്നിട്ടുള്ള 180 കേട്ടോ. പിന്നെ ഇതാ ഇതിങ്ങനെ ഒരു സ്റ്റോണ് ഹാങ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാ ബ്രേസ്ലെറ്റാണ് ആൻറ്റി ടാർണിഷിൽ. ഇതൊന്നും നമ്മൾ അധികമായിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളത്. 180 രൂപ കേട്ടോ. 180. കുറച്ചധികം പീസ്, 3-4 പീസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ റേറ്റ്. ഇനിയിപ്പോൾ എത്ര പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റേറ്റ് കുറച്ച് വരുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഈ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ കൊണ്ടുവന്നതിനേക്കാട്ടിലും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് 2 ലെയറിൽ വന്നിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. റോസ് ഗോൾഡാണ്. 2 ലെയറിൽ 120 രൂപയാണ് കേട്ടോ. 220 സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്, 2-3 മാസമായി. അപ്പോൾ അതുകൊണ്ടാണ് 120 കേട്ടോ. കാരണം ഞാൻ വാങ്ങിച്ച തന്നെ 160-170 രൂപയ്ക്കാണ്. നമ്മൾ കൊടുക്കുന്ന അത്രയും നഷ്ടത്തിന് തന്നെയാണ്. പക്ഷേ ഇതിവിടെ വെക്കേണ്ടല്ലോ, കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ. അപ്പോൾ റീസെല് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് പിങ്കാണ് കേട്ടോ. പിങ്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒറ്റ ലെയറേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ റേറ്റ് 150 രൂപ കേട്ടോ. 150 രൂപയാണ്. നമ്മൾ 200 രൂപയ്ക്കൊക്കെ സെയിലാക്കിയത്. ഇതാ ഈ ഒരു മോഡൽ കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മൾ ഈവിളായി വെച്ചിട്ടുള്ള ഒരു നല്ല ചെയിനാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ചെയിനാണ്. നല്ല ക്വാളിറ്റി ഉള്ള ചെയിനാണ് കേട്ടോ. ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ളത്. ഇനി കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പാദസരാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ. 2 പീസ് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 180 കേട്ടോ. 180 റേറ്റ് വന്നിട്ടുള്ളത്. ഇനി ഇതാ ഇത് പറഞ്ഞാൽ നമുക്ക് ആണുങ്ങൾക്കും യൂസ് ചെയ്യാം, പെൺകുട്ടികൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കുറച്ച് വാരിയുള്ള ടൈപ്പ് ഒരു ബ്രേസ്ലെറ്റാണ് ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ളത് കേട്ടോ. ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ള കുറച്ച് വലിയൊരു ടൈപ്പാണ്. 180 രൂപയാണ്. 220 നമ്മൾ സെയിലാക്കിയിട്ടുള്ളത്. 180 രൂപയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ഉണ്ട് അറിയാം, പക്ഷേ അത്രയും സാധനങ്ങൾ ഇറക്കി നമ്മൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ട്, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ടാൽ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. എൻ്റെ ഫോണിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. റേറ്റ് അടക്കം ഞാൻ പറയുന്നത് 180 രൂപ. പിന്നെ ഇതാ ഈ ഒരു മൾട്ടി കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. മൾട്ടി കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ള 180 കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു എമറാൾഡ് ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള പരസ്പരം മോഡൽ വന്നിട്ടുള്ള ഇതാണ് ബ്രേസ്ലെറ്റാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാദസരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പാദസരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്. കുട്ടികൾക്കൊക്കെ പാദസരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, 2 പീസ് വാങ്ങിച്ചാൽ മതി. ഒരു പീസിൻ്റെ റേറ്റ് 150. ഇതൊരു പീസിൻ്റെ റേറ്റ് 180. ഇത് 150 കേട്ടോ. 150. ഓക്കെ, ഇനി കാണിക്കാനുള്ളത് ഇതാ ബ്ലാക്ക് സ്റ്റോണിൽ വന്നിട്ടുള്ള ഹാങ്ങിങ് വന്നിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ യെല്ലോ ഗോൾഡ് അപ്പം ഇറങ്ങാറുണ്ട്, നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് ബ്ലാക്ക് സ്റ്റോണിൽ ആൻറ്റി ടാർണിഷിൽ വന്നിട്ടുള്ള റോസ് ഗോൾഡ് ടൈപ്പാണ് കേട്ടോ. 150 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 150. ഇതിങ്ങനെ പിരിഞ്ഞ് കിടന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി കവർന്ന് എടുത്തിട്ട് കാണിക്കുമ്പോഴത്തേന് നേരം കുറച്ചാവും. അപ്പോൾ അതുകൊണ്ടാണ്. നെക്സ്റ്റ് കാണിക്കാം. ഇതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ റോസ് ഗോൾഡിൻ്റെ തന്നെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ചെയിനാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഒരു പേളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചെയിനാണ് കേട്ടോ.
കണ്ടല്ലോ, 100 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്, 100 രൂപയാണ്. പിന്നെ ഇതാ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റാണ് കേട്ടോ. നല്ല ഹാർട്ടിൽ ലേഡി സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ടൈപ്പാണ്. ഓക്കെ, 130 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്, 130 ഓക്കെ. ഇനി കുറച്ച് പുതിയ കളക്ഷൻസിൽ തന്നെ കുറേ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട്. ഇതാ ഇത് വന്നിട്ടുള്ളത് ഇതാണ്. ഇതോടുകൂടി ബ്രേസ്ലെറ്റ് കഴിഞ്ഞു. ഇനിയുണ്ട് ബ്രേസ്ലെറ്റ് ഇടാം, കുറേ ടൈപ്പ് ബ്രേസ്ലെറ്റ് ഉണ്ട്. 99 രൂപയുടെ കാണിക്കാം, വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 150 രൂപയാണ് കേട്ടോ. ഇങ്ങനെ ഇത് വന്നിട്ടുള്ളതാണ്. 2 ലെയർ അല്ല, ഒറ്റ ലെയർ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇതാ ലേഡി സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് 150 ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ കളർ ഫീഡാവുമെന്ന് കരുതണ്ട, കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റി ടൈപ്പുകൾ തന്നെയാണ്. നമ്മൾ കിട്ടിയ വിലയ്ക്കും അതിനും വില കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കാരണം കൂടുതൽ പീസ് ഉള്ളത് കൊണ്ടാണ്. ഇനി കുറച്ച് ചെയിൻ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് കുറച്ച് ചെയിനുകളാണ്. ആൻറ്റി ടെർണിഷിൽ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ചെയിനാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ത്രെഡ് ചെയിൻ എന്ന് പറയുമല്ലോ, അത് ബ്ലാക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് വൈറ്റ് ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത് നമ്മൾ 160 170 സെയിലാക്കിയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ ഇതാ ഇത് ഒരു മോഡൽ, നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ. ഇതൊക്കെ നല്ല സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഇതാണ്. ഇത് കണ്ടല്ലോ, ഇത് റേറ്റ് വന്നിട്ടുള്ള ഈ ഒരു ചെയിനിന് ഇത് മാത്രം, ഇത് കണ്ടല്ലോ ഈ ഒരു മോഡൽ സിമ്പിളായിട്ട്, ചില ആളുകൾക്ക് വരെ യുണീക്കായിട്ട് വരും, സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ, ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്കുള്ളതാണ്. 100 രൂപയുടെ ആൻറ്റി ടെർണിഷാണ് കേട്ടോ. ഇത് നമ്മൾ അധികമൊന്നായിട്ടല്ല, ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഞാൻ കുറച്ചധികം പീസ് ഉള്ളതുകൊണ്ട്, അധികമൊന്നുമില്ല, 2-3 പീസ് ഉള്ളതുകൊണ്ട് നമ്മൾ സെയിലാക്കുന്ന 100 രൂപയുടെ ചെയിനാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത്, ഇത് നമ്മൾ 150 കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 130 കേട്ടോ. 130 ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ഇതുണ്ടല്ലോ, ഈ ഒരു യുണീക്കായിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ. സിമ്പിളായിട്ടാണ്, വെറും സിമ്പിളാണ് ഇതിൻ്റെ ലോക്കറ്റുകളൊക്കെ. ഇത് 130 റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ 2 ബ്ലാക്കും ഉണ്ട്, 2 വൈറ്റും ഉണ്ട്. ഇതൊരു ഭാഗം ഇങ്ങനെ വരുന്നതാണ് കേട്ടോ, ഒരു ഭാഗം വൈറ്റും ഒരു ഭാഗം ബ്ലാക്കും അല്ല, ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇതും 130 കേട്ടോ. ഒരു പീസിൻ്റെ റേറ്റാണ് 130. ഓക്കെ, ഇത്ര പീസേ ഉള്ളൂ. ഇനിയും കാണിക്കാനുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, സ്നേക്ക് ചെയിനിൽ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. അതിൻ്റെ ഗ്രീൻ സ്റ്റോൺ ഉണ്ടായിരുന്നു. നമ്മൾ 160-170 രൂപയ്ക്കാണ് സെയിലാക്കിയിട്ടുള്ളത്. ഇത് വൈറ്റ് സ്റ്റോണാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, സ്നേക്ക് ചെയിനിൽ വൈറ്റ് സ്റ്റോണാണ്. 140 രൂപ കേട്ടോ, 140 രൂപ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. വീഡിയോ ലെങ്ത് ഉണ്ടാവും. പിന്നെ ഇതാ ഇത് വന്നിട്ടുള്ളത് നമ്മൾ 170-150 സെയിലാക്കിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റാ പേജ് ഐഡിയിൽ കണ്ടു, 200 സംതിങ് റേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ റേറ്റ് 200 രൂപക്കൊക്കെ സെയിലാക്കാൻ പറ്റിയിട്ടുള്ള റേറ്റാണ് ഇതിനെല്ലാം വന്നിട്ടുള്ളത്. അതായത് ഒരു പീസിൻ്റെ റേറ്റാണ് പറയുന്നത്, എല്ലാം വന്നിട്ടുള്ളത് ഓരോ പീസിൻ്റെ റേറ്റാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുക. ഇങ്ങനെ വന്നിട്ടുള്ളത് ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 150 രൂപ കേട്ടോ. 150. ഇനി ഇതെല്ലാം പീസ് എടുത്താലും റേറ്റ് കുറയാൻ ചോദിക്കരുത്. ഇത് ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ്, നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ റേറ്റ് കുറവിൽ, അല്ലെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുന്നതാണ്. കാരണം 170-150 നമ്മൾ സെയിലാക്കിയിട്ടുള്ള ഒരു ഐറ്റം 150 തരികയാണ്. ഓക്കെ, ഇതൊക്കെ 200-150 സെയിൽ ചെയ്യാം ഈ ഒരു ഐറ്റംസൊക്കെ കേട്ടോ. 150 1500. ഓക്കെ, ബാംഗിൾസിൻ്റെ ഉണ്ട് കേട്ടോ, കാണിക്കാം, വീഡിയോ ലെങ്ത് ഉണ്ടാവും. പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഐറ്റംസാണ്. കാരണം ഇവിടെ ഒരു ഹാങ്ങിങ് വന്നിട്ടുണ്ട്, ബോയിൻ്റെ ഇടയിലൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട്. 150 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ, ഇതിൻ്റെ പിക്ചർ, ഇത് 2 ലെയർ അല്ല, 1 ലെയർ തന്നെയാണ്. കണ്ടല്ലോ, ഇതിങ്ങനെ വൈറ്റ് ഇനാമൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ആൻറ്റി ടെർണിഷൻ നെക്ലേസാണ് വന്നിട്ടുള്ളത്. 160 രൂപയാണ് കേട്ടോ. 160 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇനി ഇതൊക്കെ എത്ര ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേന് റേറ്റ് നിങ്ങൾക്ക് ഞാൻ തന്നെ നോക്കേണ്ടി വരും വീഡിയോ, കാരണം ഞാൻ തന്നെ ഒന്നും റേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വിടുക, പ്ലസ് ഷിപ്പിംഗ് ചാർജ് അടക്കം വിടുക. ഇനി കാണിക്കാനുള്ളത് ബാംഗിൾസ് ഉണ്ട്, റിങ് ഉണ്ട്, വലിയ ബാംഗിൾസും ഉണ്ട്. അതിന് മുന്നായിട്ട് നമ്മളെ കൊറിയൻ ടൈപ്പ്, ഈ കൊറിയൻ ടൈപ്പ് നമ്മൾ 7 മോഡൽ 8 മോഡലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് കരുതിയിട്ടുണ്ടാവും ഇത് ഇവരത് ക്വാളിറ്റി ഇല്ലാന്നില്ല. പക്ഷേ എനിക്കും അറിയണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇത്
ഹോൾസെയിൽ പ്രൈസിന്, അതായത് ഹോൾസെയിൽ ഡീലേഴ്സിന് തന്നെ ആൻറ്റി ടെർണിഷ് എടുക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നെക്ലേസുകളും അതുപോലെ തന്നെ ബാംഗിൾസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, ആ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല യൂസ് ചെയ്യുന്നുണ്ട്, 1-2 മാസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ്സ് എഡി സ്റ്റോണിൽ വന്നിട്ടുള്ള നമുക്ക് 2 ലെയറിൽ കൊറിയൻ ടൈപ്പിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് എൻ്റെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമർക്ക് അറിയാമല്ലോ, കാരണം അവർക്കറിയാം ഞാൻ അങ്ങനെ പറ്റിക്കൊന്നുമില്ല, കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിത് 200 രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നെ രണ്ടാമത് വാങ്ങിച്ചപ്പോഴൊക്കെ അവർക്ക് ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ട്, കാരണം എനിക്കറിയില്ലല്ലോ. അപ്പം എൻ്റെ ഒരു തീം എന്ന് പറയുന്നത്, എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എനിക്കോ നഷ്ടം വന്നു എൻ്റെ കസ്റ്റമേഴ്സിന് നഷ്ടം വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ചതിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. കാരണം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇതിലേതാ കൂടുതൽ കാലം നിൽക്കുക, ഇതിലേതാ ഭംഗി ചോദിക്കുമ്പോൾ ഞാൻ സത്യം തന്നെ പറയാറുള്ളത്. കാരണം എന്നെ വിശ്വസിച്ചിട്ടാണല്ലോ നിങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയുന്നത്, ഇത് കംപ്ലൈൻറ്റ് ഫെയ്ഡ് എന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് യൂണീക്ക് കളക്ഷൻസ് അങ്ങനെയൊക്കെ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ എടുത്തതാണ് ഞാൻ. ഇതിലൊരു പീസ്, ഒരു മോഡലാണ് ഫുള്ള് ഒരു ഡബിൾ ഹാർട്ട് വന്നിട്ടുള്ളത്, ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെ വാങ്ങിച്ച് എനിക്കറിയില്ല, കാരണം പുതിയ കസ്റ്റമേഴ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആളുകൾ ഫസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർ കരുതിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയില്ലല്ലോ, അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാം. എന്നോട് അവർ പറഞ്ഞിട്ടുള്ള തീം, കാരണം അവരുടെ കയ്യിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിച്ചതാണ്. ഫസ്റ്റ് പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഇത് പ്രോഡക്ട്സിന്. അപ്പോൾ ഇത് എനിക്ക് 125 122 രൂപയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു പീസിന്. പിന്നെ GST ഷിപ്പിംഗ് ചാർജ് ഞാൻ 200 രൂപയ്ക്ക് സെയിലാക്കിയിട്ടുള്ളത്. ഹോൾസെയിൽ പ്രൈസിന് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത ആളുകൾക്കൊക്കെ ഞാൻ 160 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയില്ല. പിന്നെ ഇപ്പോൾ എൻക്വയറീസ് ഇതിന് വരുന്നുണ്ട്, എൻക്വയറീസ് ഇപ്പോഴും ഉണ്ട്, ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാത്ത എന്താ വെച്ചാൽ, ഇത് ഡാമേജ് മീൻസ് ഡാമേജ് അല്ല, ഇതിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരും ചതിക്കണ്ടല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, സ്ഥിരം ഉപയോഗിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളോ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഉപയോഗിക്കാം, അയച്ചു വെക്കാം, അത്രേ പറ്റുള്ളൂ. വെറും 99 രൂപയ്ക്കാണ് കേട്ടോ, 99 രൂപയ്ക്കാണ് ഞാൻ ഇത് സെയിലാക്കുന്നത്. ഇതിലിനി കുറയ്ക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന ആളുകൾക്കോ അവർക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. പെരുന്നാളൊക്കെയല്ലേ 1500 രൂപക്കും എൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ബാലൻസ് ഇത് ഫുൾ ആരും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2000 രൂപയ്ക്കൊക്കെ 1500 രൂപ മുകളിലോട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കുക ചെയ്യുക. കാരണം അതിൽ കുറച്ചിട്ട് അങ്ങനെയെങ്കിലും എനിക്ക് ഒരു 40 രൂപ എനിക്ക് നഷ്ടം വന്നു, എന്നാലും വേണ്ടില്ല 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് പോയി വരുമ്പോൾ ഊരി വയ്ക്കുക, അല്ലാതെ സ്ഥിരം യൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് പറയുന്നത്, സ്ഥിരം യൂസ് ചെയ്ത കളർ ഫേഡ്, എവിടെ കളർ ഫേഡാണെന്ന് അറിയോ, ഈ ഒരു മുത്തിൻ്റെ ഇവിടെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 3-4 കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ടുള്ള അവിടെ മുത്തിൻ്റെ ഇവിടെ കംപ്ലയിൻറ്റ് വരുന്നില്ല, സ്റ്റോണൊന്നും ഒരു പ്രശ്നമില്ല, സ്റ്റോണൊന്നും ഇളകി പോകുന്നില്ല. അപ്പോൾ അത് മോഡൽ കാണിക്കാം. ഈ ഒരു മോഡൽ, ഓക്കെ, ഈ ഒരു മോഡൽ. പിന്നെ ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ, ഇതാ ഇതിലിപ്പോൾ 2-3 പീസേ ഉള്ളൂ. ഈ ഒരു മോഡൽ, ഇതാ ഈ ഒരു മോഡൽ, ഈ ഒരു ബട്ടർഫ്ലൈ. ഞാൻ മുൻകൂട്ടി പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇത്ര റേറ്റ് കുറവിൽ കൊടുക്കുന്നത് മുൻകൂട്ടി പറഞ്ഞു, ഓക്കെ. കാരണം ഇതിന് പുറത്ത് SSDയിൽ നിന്നും കൊടുത്തിട്ടില്ല, അതുണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. 99 രൂപയ്ക്കൊക്കെ വെർത്താണ്, അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക്, ഓക്കെ. പിന്നെ കാണിക്കാനുള്ളത് ഇതാണ്, ഈ ഒരു കൈപ്പട, ഇതാ 170 രൂപ കേട്ടോ. ഇത് ആൻറ്റി ടെർണിഷിൽ ZUKയിൽ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ. കുട്ടികളുടേതല്ല, വലിയ ആളുകളുടെ തന്നെയാണ്, പറ്റ കുഞ്ഞു കുട്ടികളുടേതല്ല. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ളത് 100 രൂപയുടേതാണ് കേട്ടോ. ഇത് സിമ്പിൾ, അത് റോസ് ഗോൾഡാണ്, സ്റ്റോണോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. എന്താ ഇതിങ്ങനെ സ്റ്റോണും ഇങ്ങനെ റിങ്ങും ഒക്കെ വന്നിട്ടുള്ള 150 രൂപ കേട്ടോ, ഓക്കെ. ഇനി റിങ് കാണിച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ബാംഗിളും ഉണ്ട്. ഈ ഒറ്റ വീട്ടിൽ കഴിയുമോ? ഇത് വലിയ വലിയ റിങ്ങുകളാണ്, ആദ്യം തന്നെ പറയാമല്ലോ, വലിയ വലിയ റിങ്ങുകളാണ്, ഓക്കെ. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ 3 ഫംഗ്ഷൻ ഉപയോഗിച്ചു, കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ടൈപ്പല്ല, എന്നാലും കുഴപ്പമില്ല. ഈ 2 ടോണിൽ വന്നിട്ടുള്ളതും ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 70 രൂപയാണ് കേട്ടോ. 70 രൂപയാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ, ഓക്കെ. ഇത് ബോക്സ് എടുക്കണേ അങ്ങനെ എടുക്കാം, ഓക്കെ. പിന്നെ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ചോദിച്ചു ഇത് എത്ര രൂപയ്ക്ക് തരും അങ്ങനെയൊക്കെ ചോദിക്കാൻ നിൽക്കേണ്ട, കാരണം ഏകദേശം അറിയാലോ. 70 × 1 2 3 4 5 6 7 8 9 20 പീസ് ഉണ്ട്. അപ്പോൾ ഏകദേശം കണക്കൂട്ടിയാൽ മതി, അതിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവും, ഓക്കെ. അത്രേ ഉള്ളൂ. ഇനി ബാങ്കിൾ കാണിക്കാം. ആദ്യം കുട്ടികളുടെ ബാങ്കിൾ കാണിക്കാം അല്ലേ. 20 മിനിറ്റ് ആയില്ലേ. ഇതാണ് ഈ ഒരു മോഡല്, കണ്ടല്ലോ, 5 സെൻറ്റിമീറ്ററാണ് വരുന്നത് കേട്ടോ. നമ്മൾ 220-നൊക്കെ സെയിൽ ചെയ്ത ഐറ്റംസാണ്. ഇതാ ഈ ഒരു മോഡല്,
ഇത് റോസ് ഗോൾഡാണ്, ഇത് റോസ് ഗോൾഡാണ്. ബാംഗിളിൻ്റെ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ബാംഗിൾസിൻ്റെ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പിന്നെ ഇതാ ഈ വിളായി വന്നിട്ടുള്ളത് റോസ് ഗോൾഡ്, ഇതാ ഈ ഒരു ടൈപ്പ്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ്. ഇതിൻ്റെ പിക്ചർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ്. ഇതെല്ലാം 5 സെൻറ്റിമീറ്ററിൽ വരുന്നതാണ് കേട്ടോ. അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇനി ഇതുകൂടി ഞാൻ കവർന്നെടുത്ത് കാണിക്കുമ്പോഴത്തേന് ഇത് സമയം വൈകും, അതുകൊണ്ടാണ്. കണ്ടല്ല നിങ്ങൾക്ക് SST എന്ന് കാണിക്കുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 199 രൂപ കേട്ടോ. 199 ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. 199 199 രൂപയാണ്. ഇതിലിനി ഇത്രയും പീസുകളിൽ പൈസ എടുത്താലും റേറ്റ് കുറയ്ക്കാൻ കഴിയില്ല. മുൻകൂട്ടി പറയാമല്ലോ, റേറ്റ് കുറയ്ക്കാൻ കഴിയില്ല, കാരണം അത് ഹോൾസെയിൽ പ്രൈസാണ് കൊടുക്കുന്നത്. പിന്നെ അതാ വലിയവരുടെ ബാങ്കിൾ 20 മിനിറ്റായി വീഡിയോ. ഇതാ ഇത് മൾട്ടി കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിത് 250 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബാങ്കിൾ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഈ ഒരു ബാങ്കിളുടെ റേറ്റ്, ഇത് 2-4 ആളുകൾക്ക് പറ്റും കേട്ടോ. ഈ ഒരു ബാങ്കിൾ 2-4 ആളുകൾക്ക് പറ്റും. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 220 രൂപയാണ് കേട്ടോ. 220 രൂപ അതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഇത് 2.8 2.6 ആ സൈസിലെ ആളുകൾക്ക് പറ്റുന്ന ബാങ്കിളാണ്. കാരണം ഇത് അത്രയും ഓപ്പണാണ്. കണ്ടല്ലോ, ഇങ്ങനെ ഓപ്പൺ വരുന്നുണ്ട്. വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ എമറാൾഡ് ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ളത്. ഇതും 220. പിന്നെ കുറേ പേര് ഇതിൻ്റെ ബാലൻസ് ഉണ്ടോ, ബാലൻസിൽ കുറേ പേര് ചോദിക്കുന്നായിരുന്നു. തപ്പി പിടിച്ചിട്ടെടുത്താണ്, ഓരോ ബോക്സിലായിരുന്നു. അപ്പം ഇതിൻ്റെ റേറ്റ്, ഒരു പീസിൻ്റെ റേറ്റ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് അത്ര എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്, ഒരു പീസിൻ്റെ റേറ്റ് 140 കേട്ടോ. ഓക്കെ, എത്ര രൂപയൊക്കെ കൊടുത്താൽ എനിക്ക് ഓർമ്മയില്ല. 150 തോന്നുന്നു. ഇത് 140 കേട്ടോ. അല്ല, 120. പിന്നെതാ ഇതാക്കണം. ഇത് കണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ 2.6 സൈസിൽ വന്നിട്ടുള്ള ബാങ്കിളാണ്. ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള 2.6 സൈസിൽ വന്നിട്ടുള്ള ബാങ്കിളാണ് കേട്ടോ. ഇത് 200 രൂപയ്ക്കൊക്കെയാണ് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 160 രൂപയാണ് കേട്ടോ. 160 രൂപ ഒരു പീസിൻ്റെ റേറ്റാണ്. 160 രൂപ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ആൻറ്റി ടെർണിഷിൻ്റെ. ഇതിലൊരു പീസ് കൂടി ബാലൻസ് ഉണ്ട്, ഈ ഒരു മോഡലോടി 120. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആൻറ്റി ടെർണിഷിൽ ഇപ്പോൾ കൊടുക്കുന്ന ക്ലിയറൻസ് സെയിലിൻ്റെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഞാൻ വീണ്ടും പറയുന്നു, ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം എന്തായാലും വരാതിരിക്കില്ല. കാരണം നിങ്ങൾ നമ്മളിപ്പോൾ ആഴ്ചയിലും തന്നെ വല്ലാതെ വീഡിയോസ് ഇടാറില്ല. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, സ്ക്രീൻഷോട്ട് വിടുക, ടോട്ടൽ എമൗണ്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പേയ്മെൻറ്റ് അടക്കുക. ഓക്കെ, എന്തെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ. ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ കൊറിയൻ ടൈപ്പ് എന്തായാലും റീസ്റ്റോക്ക് ചെയ്യില്ല. റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ റേറ്റിന് തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും പറയുന്നു, ഹോൾഡ് ചെയ്ത് വെക്കില്ല. പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ഇട്ടും എന്നാൽ ടേക്ക് കെയർ, ബൈ.